ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ടൈം ഫോർ റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്നുള്ളതാണ്. അതായത് ഒരു ഓഫർ ആകട്ടെ അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ആകട്ടെ, അത് റിവോക്കേറ്റ് ചെയ്യാനുള്ള ടൈം എത്രത്തോളം ഉണ്ട്, ഏത് സമയം വരെ നമുക്കത് റിവോക്ക് ചെയ്യാം എന്നുള്ളതാണ്. റിവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യാൻ. അപ്പോൾ ഒരു ഓഫർ ആയാലും അക്സെപ്റ്റൻസ് ആയാലും അത് ക്യാൻസൽ ചെയ്യാനുള്ള സമയം എത്രത്തോളം അവൈലബിൾ ആണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കുക. An offer may be revoked at any time before the communication of its acceptance is completed as against the processor, but not afterwards. So, an offer can be revoked at any time before the letter of acceptance has been posted by the acceptor. When such a letter has been posted, the offer cannot be revoked by the offerer. നിങ്ങൾക്കറിയാം, ഒരു ഓഫറിൽ ഓഫററുടെ, അതായത് ഓഫറർ എന്ന് പറഞ്ഞാൽ ഓഫർ മുന്നോട്ട് വെക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റുള്ള വ്യക്തി, അതായത് ഓഫറി, അദ്ദേഹത്തിൻ്റെ സമ്മതം, അതായത് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് അല്ലെ, അദ്ദേഹത്തിന് ആ ഓഫർ എന്താണോ ആ ഓഫറർ മുന്നോട്ട് വെച്ച ഓഫർ അത് സമ്മതമാണ്, അതിന് അദ്ദേഹം സമ്മതമാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഓഫറി അദ്ദേഹത്തിൻ്റെ ആ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്താൽ, അതായത് പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് പോസ്റ്റ് ചെയ്താൽ, അതോടുകൂടി ഓഫററുടെ ഭാഗത്തു നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ പൂർത്തിയായി. പിന്നെന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് ആ ഓഫർ പിൻവലിക്കാൻ പറ്റില്ല. കാരണം ഓഫറിയുടെ ഭാഗത്തു നിന്നുള്ള അക്സെപ്റ്റൻസ് പൂർത്തിയായി. എപ്പോൾ തന്നെ ആ ഓഫറി ആ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ പിന്നെ ഓഫർ ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഓഫർ പിൻവലിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഓഫറി ഉണ്ടല്ലോ, ആ ഓഫറി ആ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ എന്ത് ചെയ്യാം, ഈ ഓഫർ ചെയ്ത വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫർ പിൻവലിക്കാം. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്ക്. ആൻ അക്സെപ്റ്റൻസ് മേ ബി റിവോക്ഡ് അറ്റ് എനി ടൈം ബിഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റഡ് ആസ് അഗെയിൻസ്റ്റ് ദി അക്സെപ്റ്റർ, but not afterwards. So the acceptor can revoke his acceptance at any time before his letter of acceptance reaches the offer. When such reaches the offer, when such offer reach, the acceptance cannot be revoked. The acceptance cannot be revoked by the acceptor. അവിടെ ചെറിയ എഴുതിയത് കുറച്ച് സ്പേസ് ഇടാൻ കുറച്ച് വിട്ടുപോയിട്ടുണ്ട്. ബൈ ദി അക്സെപ്റ്റർ എന്നാണത്. ഓക്കെ, അതായത് നിങ്ങൾക്കറിയാം, കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ്, അതായത് ഇനി ഓഫറിയുടെ ഭാഗത്തു നിന്നുള്ള അക്സെപ്റ്റൻസ് എപ്പോഴാണ് പൂർത്തിയാകുക, അദ്ദേഹത്തിൻ്റെ ആ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഓഫർ ചെയ്ത വ്യക്തിയുടെ കയ്യിലെത്തണം. അപ്പോഴേ എന്ത് പൂർത്തിയാവുള്ളൂ, കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ്. ഓക്കെ, അപ്പം അദ്ദേഹം അയച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ആ ഓഫർ ചെയ്ത വ്യക്തിയുടെ കയ്യിൽ എത്തുന്നത് വരെ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ അക്സെപ്റ്റ് ചെയ്ത വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് പിൻവലിക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യത്തിനും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എ എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബൈക്ക് 50,000 രൂപക്ക് ബി എന്ന് പറഞ്ഞ വ്യക്തിക്ക് വിൽക്കാൻ തീരുമാനിക്കുന്നു. വിൽക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫർ മുന്നോട്ട് വെക്കുന്നു. ഇവിടെ എ ആരാണ്, ഓഫറർ, ബിയോ ഓഫറി. ഓക്കെ, എനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്ത്, എ അദ്ദേഹത്തിൻ്റെ ബൈക്ക് 50,000 രൂപക്ക് വിൽക്കാം എന്നുള്ള ഓഫർ മുന്നോട്ട് വെച്ചു, ബിക്ക് മുന്നോട്ട് വെച്ചു. അപ്പോൾ ആ എയുടെ ഓഫർ പിൻവലിക്കാൻ എക്ക് എത്ര സമയമുണ്ടെന്ന് വെച്ചാൽ, ആ എയുടെ ഓഫർ വായിച്ചതിന് ശേഷം, ഓഫർ മനസ്സിലാക്കിയതിന് ശേഷം ബി അദ്ദേഹത്തിന് ആ ബൈക്ക് വാങ്ങാൻ സമ്മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് എക്ക് അയച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ എക്കുള്ള ആ ലെറ്റർ പോസ്റ്റ് ചെയ്തു, ബി പോസ്റ്റ് ചെയ്തു. ആ ലെറ്റർ എക്ക് അയക്കാനുള്ള ലെറ്റർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്ക് അദ്ദേഹത്തിൻ്റെ ഓഫർ പിൻവലിക്കാൻ പറ്റില്ല. അപ്പം ബി അദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യാം, എക്ക് ഓഫർ പിൻവലിക്കാം, പിന്നെ എക്ക് പിൻവലിക്കാൻ പറ്റില്ല.
ഇനി ബിയെ സംബന്ധിച്ചിടത്തോളം ബി അക്സെപ്റ്റ് ചെയ്തേക്കല്ലേ, അദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് പിൻവലിക്കാം. ഏത് സമയം വരെ? അദ്ദേഹം അയച്ചിട്ടുള്ള ഈ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് എൻ്റെ കയ്യിൽ എത്തുന്നത് വരെ ബിക്ക് പിൻവലിക്കാം. എൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് ബി അയച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഓഫറർ ആയിട്ടുള്ള എൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാൻ പറ്റൂല. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഡിലേഡ് ഓർ ലോസ്റ്റ് ഇൻ പോസ്റ്റൽ ട്രാൻസിറ്റ്. നമ്മൾ അയക്കുന്ന ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് എന്തെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ താമസം പിടിക്കുകയോ ചെയ്താൽ, അതായത് പോസ്റ്റൽ വഴി നമ്മൾ അയക്കുമ്പോൾ അവിടെ നിശ്ചിത സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് ഡിലേ സംഭവിച്ചു, കറക്റ്റ് സമയത്ത് എത്തിയില്ല, ഡിലേ സംഭവിച്ചു, അല്ലെങ്കിൽ അത് വഴിയിൽ വെച്ച് നഷ്ടപ്പെടുകയോ ചെയ്താൽ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. Acceptance of offer is completed as against the offerer as soon as the letter of acceptance is posted. The contract is completed even if the letter of acceptance lost through an accident in the post. But in order to bind the offerer, it is required that the letter of acceptance should be correctly addressed, sufficiently stamped and posted. എന്ന് പറഞ്ഞാൽ ഈ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഓഫറി ആർക്ക് അയച്ചു കൊടുക്കും? ഓഫറർക്ക് അയച്ചു കൊടുക്കും. അതായത് ഓഫറിക്ക് ആ ഓഫർ സമ്മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ആർക്ക് അയച്ചു കൊടുക്കും? ഓഫറർക്ക് അയച്ചു കൊടുക്കും. ആ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഓഫറി അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്താൽ തന്നെ എന്തായി? ആ ഒരു ഓഫർ കംപ്ലീറ്റ് ആയി. ഓക്കെ, അതോടുകൂടി തന്നെ ആ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ആ ലെറ്റർ നിശ്ചിത ആളുടെ കയ്യിൽ എത്തുന്നത് വരെ, അതായത് ഓഫർ ചെയ്ത വ്യക്തിയുടെ കയ്യിൽ എത്തുന്നത് വരെ, ആ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് എത്തുന്നതിൻ്റെ മുമ്പായിട്ട് അത് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എത്താൻ വൈകുകയോ ഒക്കെ ചെയ്താലും കോൺട്രാക്റ്റ് തന്നെയാണ്. ഓക്കെ, അതോടുകൂടി തന്നെ എന്താണ്, ആ ഓഫർ കൊടുത്ത വ്യക്തി അദ്ദേഹത്തിൻ്റെ ഓഫർ പാലിക്കാൻ നിർബന്ധിതനാണ്. അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ സമ്മത കത്ത് അല്ലെങ്കിൽ സമ്മതമാണ് എന്നുള്ള ആ കമ്മ്യൂണിക്കേഷൻ എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത് എൻ്റെ കയ്യിൽ റിസീവ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇദ്ദേഹം സമ്മതമാണ് എന്നുള്ള ആ ഒരു ലെറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഇവിടുന്ന് പോസ്റ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ കോൺട്രാക്റ്റായി. പക്ഷെ എന്ത് ചെയ്യണം? ഓഫററെ അദ്ദേഹത്തിൻ്റെ ഓഫർ നടപ്പിലാക്കാൻ നിർബന്ധിപ്പിക്കണമെങ്കിൽ, അദ്ദേഹത്തെ ബൈൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അയച്ച ലെറ്റർ കൃത്യമായ രീതിയിൽ അഡ്രസ്സൊക്കെ കറക്റ്റായിരിക്കണം. ഓഫററുടെ അഡ്രസ്സ് തന്നെ കറക്റ്റായി കൊടുക്കണം. കൃത്യമായ രീതിയിൽ നിയമപരമായിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ ചെയ്തിരിക്കണം. കൃത്യമായ രീതിയിൽ പോസ്റ്റ് ചെയ്തിരിക്കണം. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വഴിയിൽ വെച്ച് നഷ്ടപ്പെടുകയോ പിന്നെ ഡിലേ ആവുകയൊക്കെ ചെയ്താലും കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആകും. ഓക്കെ, അതായത് ആ ഓഫർ പാലിക്കാൻ ഓഫറർ ബാധ്യസ്ഥനാണ് എന്നർത്ഥം. ഓക്കെ, അടുത്തത് കോൺട്രാക്റ്റ് ഓഫർ ടെലിഫോൺ ഓർ ടെലിക്സ്. അതായത് പോസ്റ്റൽ വഴിയോ അല്ലെങ്കിൽ ടെലിഫോൺ വഴിയോ ഒക്കെ ഉള്ള കോൺട്രാക്റ്റിൻ്റെ ഒരു സാധ്യത, അതിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എ കോൺട്രാക്റ്റ് ബൈ ടെലിഫോൺ ഓർ ടെലിക്സ് ഈസ് ട്രീറ്റഡ് ഓൺ ദി സെയിം ലൈൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആസ് an oral agreement entered into between the parties when they are face to face with each other. But the offeree must make sure that his acceptance is properly received, that is, heard and understood by the offerer. അതായത് നമ്മൾ എ കോൺട്രാക്റ്റ് ബൈ ടെലിഫോൺ ഓർ ടെലിക്സ്, ഒരു ടെലിഫോൺ വഴിയോ അല്ലെങ്കിൽ ടെലിക്സ് പോസ്റ്റൽ വഴിയോ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് പാർട്ടികൾ തമ്മിൽ നേരിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് ഉണ്ടാക്കുന്ന അഗ്രിമെൻറ്റിന് തുല്യം ആണ്. അതേ പ്രിൻസിപ്പിളിൽ അതേ ലൈനിൽ തന്നെ അതേ നിയമസാധുത ഉണ്ടേനും ടെലിഫോൺ വഴിയോ അല്ലെങ്കിൽ ടെലിക്സ് വഴിയോ ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റിനും. പക്ഷെ എന്ത് ചെയ്യണം? ഇവിടെ കോൺട്രാക്റ്റിൽ നമുക്കറിയാം ഒരു ഓഫററും ഓഫറിയും ഉണ്ടാവും. ഈ ഓഫറി അദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് ഓഫററെ അറിയിക്കുന്ന സമയത്ത്, ഓഫറി അദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് ഓഫററെ അറിയിക്കുന്ന സമയത്ത്
അദ്ദേഹം കൃത്യമായ രീതിയിൽ ആ ഓഫർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, അദ്ദേഹം കൃത്യമായ രീതിയിൽ കേട്ടിട്ടുണ്ട് എന്നുള്ളത് ആര് ഉറപ്പുവരുത്തണം? ഓഫറി ഉറപ്പുവരുത്തണം. ഓക്കെ, എങ്കിലെന്താണ്, ഈ ടെലിഫോൺ വഴിയോ അല്ലെങ്കിൽ ടെലിക്സ് വഴിയോ നടത്തുന്ന കോൺട്രാക്റ്റ് ആണെങ്കിൽ നമ്മൾ ഫേസ് ടു ഫേസ് ആയി നടത്തുന്ന കോൺട്രാക്റ്റിൻ്റെ അതേ തുല്യ പരിഗണന ഇതിനും കിട്ടും, അതേ നിയമപരമായിട്ടുള്ള എല്ലാ സാധുതയും ഇതിനുമുണ്ട് എന്നർത്ഥം. ഓക്കെ, അടുത്തത് വെൻ ഡസ്, ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ്. വെൻ ഡസ് എൻ ഓഫർ കംസ് ടു എൻ എൻഡ്, അതായത് റിവോക്കേഷൻ ഓഫ് എൻ ഓഫർ, അതായത് എപ്പോഴാണ് ഒരു ഓഫർ അവസാനിക്കുക, അല്ലെങ്കിൽ ഒരു ഓഫർ എപ്പോഴാണ് ക്യാൻസൽ ആവുക, ഇല്ലാതെയാവുക എപ്പോഴൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 7 ഘട്ടങ്ങളിലായിട്ടാണ്, 7 സന്ദർഭങ്ങളിലൂടെ നമുക്ക് ഒരു ഓഫർ ചിലപ്പോൾ ലാപ്സ് ആവാം, അല്ലെങ്കിൽ അത് ക്യാൻസൽ ആവാം. ഒന്നാമത്തത് ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ, അതായത് നമ്മൾ റിവോക്കേഷൻ്റെ നോട്ടീസ് അയക്കുന്നതിലൂടെ, അതായത് ഓഫർ പിൻവലിക്കുന്നു എന്നുള്ള നോട്ടീസ് അയച്ചാൽ എന്ത് ചെയ്യും, ഒരു ഓഫർ അവസാനിക്കും. അങ്ങനെ ഒരു നോട്ടീസ് അയക്കുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണം പറയാം, അദ്ദേഹത്തിൻ്റെ ഓഫർ പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിവോക്കേഷൻ ലെറ്റർ അയക്കുകയാണ്. അപ്പോൾ എപ്പോഴും അയക്കണം? ബി അദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് അയക്കണം. ഓക്കെ, എങ്കിലേ അത് ഓഫർ ക്യാൻസൽ ചെയ്യാം, ഓഫറർക്ക് പറ്റുള്ളൂ. ഇനി ഓഫറിൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് ഈ ഓഫർ ചെയ്ത വ്യക്തിയുടെ കയ്യിൽ എത്തുന്നതിൻ്റെ മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ അക്സെപ്റ്റൻസ് ഞാൻ പിൻവലിക്കുന്നു എന്നുള്ളത് അദ്ദേഹം പറയുകയാണെങ്കിൽ, അവിടെ എന്താണ്, അദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാം. അതോടുകൂടി ആ ഓഫർ അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ഇല്ലാതാവും. ഓക്കെ, പക്ഷേ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ചെയ്യണമെന്നർത്ഥം. ഓക്കെ, അടുത്തത് ബൈ ദി ലാപ്സ് ഓഫ് ടൈം. നമ്മൾ ഓഫറിന് അനുവദിച്ചിട്ടുള്ളൊരു സമയമുണ്ടാവും, ആ സമയം കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഈ ഓഫർ ഇല്ലാതാവും. ഉദാഹരണം പറയാം, ഒരാൾ പറഞ്ഞു ഞാൻ ഇന്നൊരു സാധനം ആർക്കെങ്കിലും ഒരു ഓഫർ ചെയ്തു, അപ്പോൾ സെപ്റ്റംബർ 30 വരെയാണ് ഈ ഓഫർ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 30 കഴിയുന്നതോടുകൂടി ആ ഓഫറിൻ്റെ കാലാവധി കഴിഞ്ഞു, ആ ഓഫർ ഇല്ലാതായി. ഇനി അങ്ങനെ കൃത്യമായ സമയമൊന്നും പറഞ്ഞിട്ടില്ല വെച്ചെങ്കിലും ഏതൊരു ഓഫറിനും ഒരു റീസണബിൾ ടൈം ഉണ്ടാവും. ആ ടൈമിനുള്ളിൽ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ആ ഓഫർ നിലനിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ അത് ആ ഓഫർ എന്ത് ചെയ്യും, റിവോക്കായി പോകും, ക്യാൻസലായി പോകും. ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ പറയും ഈ ഓണം ഓഫർ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ ഈ കടകളിലൊക്കെ മുന്നിലുണ്ടാവും ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓഫർ കൊടുക്കും. അത് ഓണം ഓഫർ എന്നാണ്, കൃത്യമായ ഡേറ്റ് ഒന്നും അതിൽ പറയില്ല. പക്ഷെ എന്താണ്, ഈ ഒരു ഓണത്തിൻ്റെ ഒരു സമയം ഉണ്ടല്ലോ, ആ സമയം വരെ ആ ഓഫറിന് കാലാവധി ഉണ്ടാവുള്ളൂ, അവിടെ ഡേറ്റ് ഒന്നും പറയണ്ട. ആ ഓണത്തിൻ്റെ ഒരു ടൈം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, ആ ഒരു ഓഫർ ഇല്ലാതായി എന്നർത്ഥം. അപ്പോൾ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് എന്ത് ചെയ്യണം, ആ ഓണത്തിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പ് അക്സെപ്റ്റ് ചെയ്യണം. ഓണത്തിൻ്റെ സമയം കഴിഞ്ഞാൽ എന്താണ്, കാരണം ഓണം ഓഫറിൻ്റെ റീസണബിൾ ടൈം എന്താണ്, ഓണത്തിൻ്റെ ആ സമയമാണ്. അപ്പോൾ പിന്നെ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഓണം കഴിഞ്ഞാൽ പിന്നെ ആ ഓഫർ ഇല്ലാതാവും. ഓക്കെ, അപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അടുത്തത് ബൈ ദി ഫെയിലിയർ ഓഫ് ദി അക്സെപ്റ്റർ ടു ഫുൾഫിൽ എ കണ്ടീഷൻ പ്രിസീഡൻറ്റ് ടു ദി അക്സെപ്റ്റൻസ്. അതായത് നമ്മളൊരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഓഫറിൻ്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ പാലിക്കാൻ അക്സെപ്റ്റർ പരാജയപ്പെട്ടാലും ഓഫർ ഇല്ലാതാകും. ഒരു എക്സാമ്പിൾ പറയാം, ഇതിനൊക്കെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയൊക്കെ ഉണ്ടോ. എ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു മൊബൈൽ ഫോണ് 10,000 രൂപയ്ക്ക് ബിക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്തു. എ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ മൊബൈൽ 10,000 രൂപയ്ക്ക് ബിക്ക് വിൽക്കാമെന്ന് ഓഫർ ചെയ്തു. ബി ഓഫർ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഓഫർ ചെയ്ത സമയത്ത് എ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 2,000 രൂപ അഡ്വാൻസ് തരണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ത് ചെയ്ത്, ബി ഓഫർ അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ 2,000 രൂപ അഡ്വാൻസ് കൊടുത്തില്ല. അപ്പോൾ എന്താകും, ഈ ഓഫർ റിവോക്കാവും, ക്യാൻസലാകും. കാരണം എന്താ, എ പറഞ്ഞിട്ടുണ്ട് മൊബൈൽ 12,000 രൂപയ്ക്ക് 10,000 രൂപയ്ക്ക് വിൽക്കാം എന്നത് മാത്രമല്ല ഓഫർ, അതിൻ്റെ കൂടെ ഒരു കണ്ടീഷനും എ വെച്ചിട്ടുണ്ട്, വാങ്ങുന്ന ബി എന്ത് ചെയ്യണം, ബിക്ക് സമ്മതമാണെങ്കിൽ 2,000 രൂപ എനിക്ക് അഡ്വാൻസ് തരണമെന്ന്.
പക്ഷെ ബി ഇവിടെ ഓഫർ അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ 2000 രൂപ അഡ്വാൻസ് കൊടുത്തില്ല. അതോടുകൂടി ആ ഓഫറിൻ്റെ ഭാഗമായിട്ട് വന്ന കണ്ടീഷൻ പാലിക്കാൻ അക്സെപ്റ്റർ ആയിട്ടുള്ള ബി പരാജയപ്പെട്ടു. അതുകൊണ്ട് ആ ഓഫർ എന്ത് ചെയ്തു? ഇല്ലാതായി. ഓക്കെ, അടുത്തത് ബൈ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ദി പ്രപ്പോസർ. അതായത് ഓഫററുടെ അല്ലെങ്കിൽ പ്രപ്പോസൽ ചെയ്തിട്ടുള്ള പ്രപ്പോസറുടെ മരണം കാരണമോ അദ്ദേഹത്തിന് അല്ലെങ്കിൽ മാനസികപരമായോ ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയോ ഒക്കെ ചെയ്താൽ, അതായത് ഒരു വ്യക്തി ഒരു ഓഫർ മുന്നോട്ട് വെച്ചു. ഇപ്പോൾ ഒരു എ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട് 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കാമെന്ന് ബിക്ക് വിൽക്കാമെന്നുള്ളൊരു ഓഫർ മുന്നോട്ട് വെച്ചു. ബി അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എ മരണപ്പെട്ടു, അല്ലെങ്കിൽ എക്ക് എന്തെങ്കിലും ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു. ഓക്കെ, അപ്പോൾ എന്തായി? അതോടുകൂടി ആ ഓഫർ റിവോക്കായി. കാരണം ബി അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എ മരണപ്പെടുക ഒക്കെ ചെയ്താൽ എന്ത് ചെയ്യും? ആ ഓഫർ റിവോക്കാകും. ഓക്കെ, അതായത് ഓഫർ ചെയ്ത വ്യക്തി മരണപ്പെട്ടാൽ ഓഫർ റിവോക്കാകും. അടുത്തത് ബൈ കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ മുഖേനയും എന്ത് ചെയ്യും? ഓഫർ ഇല്ലാതാവും. കൗണ്ടർ ഓഫർ എന്താണെന്ന് നമ്മൾ കൗണ്ടർ ഓഫർ എന്താണെന്നുള്ള ആ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ മനസ്സിലാകും. അതായത് ഒരു എക്സാമ്പിൾ പറയാം. കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓഫറിന് എതിരായിട്ട് കൊടുക്കുന്ന വേറൊരു ഓഫർ. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോണ് 10,000 രൂപക്ക് രാജു എന്ന് പറഞ്ഞ വ്യക്തിക്ക് വിൽക്കാൻ ഓഫർ ചെയ്തു. 10,000 രൂപക്ക്. രാജു എന്ത് ചെയ്ത് തിരിച്ച് എന്നോട് പറഞ്ഞു, 10,000 രൂപക്ക് എനിക്ക് സമ്മതമല്ല, പക്ഷേ 9,000 രൂപക്കാണെങ്കിൽ ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി? ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ആദ്യത്തെ ഓഫർ ഉണ്ടല്ലോ, ഒറിജിനൽ ഓഫർ, അതായത് 10,000 രൂപക്ക് വിൽക്കാമെന്നാണല്ലോ ഞാൻ ആദ്യം കൊടുത്ത ഓഫർ, ആ ഓഫർ അതോടുകൂടി ക്യാൻസലായി. ഇപ്പോൾ ഇവിടെ രാജു ഉണ്ടാക്കിയിട്ടുള്ള ഓഫർ ഉണ്ടല്ലോ, അതായത് 9,000 രൂപക്കാണെങ്കിൽ വാങ്ങാമെന്നുള്ള ആ ഓഫറിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുക. അതായത് ഒരു ഓഫറിന് കൗണ്ടറായിട്ട് തിരിച്ചിങ്ങോട്ട് തരുന്ന ഓഫറാണ് അത്. അപ്പോൾ അത് രാജു അക്സെപ്റ്റ് ചെയ്തതല്ല. രാജു അക്സെപ്റ്റ് ചെയ്തതാണെങ്കിൽ 10,000 രൂപക്ക് വാങ്ങാം എന്ന് പറഞ്ഞതാണ് അക്സെപ്റ്റ്. ഇത് രാജു തിരിച്ച് ഇങ്ങോട്ടൊരു ഓഫർ വെച്ചതാണ്. അതാണ് കൗണ്ടർ ഓഫർ. 10,000 രൂപക്ക് വേണ്ട, 9,000 രൂപക്കാണെങ്കിൽ ഞാൻ വാങ്ങാം എന്നുള്ളത്. അപ്പം ആ കൗണ്ടർ ഓഫർ വെച്ചതോടുകൂടി ആദ്യത്തെ ഒറിജിനൽ ഓഫർ, അതായത് 10,000 രൂപക്ക് വിൽക്കാം എന്നുള്ള ഓഫർ എന്തായി? ക്യാൻസലായി. ഓക്കെ, അപ്പോൾ ഒരു കൗണ്ടർ ഓഫർ വെക്കുന്നതിലൂടെ ഒറിജിനൽ ഓഫർ എന്ത് ചെയ്യും? ചിലപ്പോൾ അല്ല, കൗണ്ടർ ഓഫർ വന്നാൽ ഒറിജിനൽ ഓഫർ എന്ത് ചെയ്യും? റിവോക്ക് ആകും. ഓക്കെ, അടുത്തത് ബൈ റിജക്ഷൻ. റിജക്റ്റ് ചെയ്തു. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. എ അദ്ദേഹത്തിൻ്റെ ഒരു കാറ് 2 ലക്ഷം രൂപയ്ക്ക് ബിക്ക് വിൽക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ ബി എന്ത് പറഞ്ഞു? അതായത് എ അദ്ദേഹത്തിൻ്റെ കാറ് 2 ലക്ഷം രൂപയ്ക്ക് ബിക്ക് ഓഫർ ചെയ്തു. ബി എന്ത് ചെയ്തു? ബി പറഞ്ഞു 2 ലക്ഷത്തിന് വേണ്ട, 1.5 ലക്ഷം രൂപക്കാണെങ്കിൽ ഞാൻ വാങ്ങാം എന്ന് പറഞ്ഞു. പക്ഷെ എ സമ്മതിച്ചില്ല. അപ്പോൾ ബി പിന്നെ വീണ്ടും പറഞ്ഞു, അല്ലെങ്കിൽ എ റിജക്റ്റ് ചെയ്തപ്പോൾ ബി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ 2 ലക്ഷം രൂപക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം തന്നെ ബി അത് റിജക്റ്റ് ചെയ്തപ്പോൾ തന്നെ എന്തായി? ആദ്യത്തെ ഒറിജിനൽ ഓഫർ ഇല്ലാതായി. ഓക്കെ, ഇനി ബിക്ക് വീണ്ടും ഞാൻ 2 ലക്ഷം രൂപക്ക് വാങ്ങാമെന്ന് പറഞ്ഞ് അവിടെ ഓഫർ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? എ രണ്ടാമത് ഓഫർ ചെയ്താലേ ആ ഓഫർ വരുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒരിക്കൽ റിജക്റ്റ് ചെയ്തിട്ടുള്ള ഓഫർ വീണ്ടും തുടരാൻ പറ്റൂല എന്നർത്ഥം. ക്ലിയർ ആയല്ലോ? ഒരിക്കൽ ഒരു ഓഫർ മുന്നോട്ട് വെച്ചു, ആ ഓഫർ റിജക്റ്റ് ചെയ്തു, അപ്പോൾ പിന്നെ വീണ്ടും ആദ്യത്തെ ഓഫർ തന്നെ തുടങ്ങാൻ പറ്റൂല. ഓക്കെ, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആദ്യം 2 ലക്ഷം രൂപക്ക് കാറ് വാങ്ങാമെന്ന് പറഞ്ഞു, അപ്പോൾ പറ്റില്ല, 1.5 ലക്ഷം തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കാറിൻ്റെ ഉടമസ്ഥൻ എന്ത് പറഞ്ഞു? സമ്മതമല്ല എന്ന് പറഞ്ഞു. അപ്പം ഓഫർ എന്ത് പറഞ്ഞു? അല്ലെങ്കിൽ ഞാൻ 2 ലക്ഷം രൂപ തരാൻ റെഡിയാണെന്ന് വീണ്ടും പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യില്ല? ആദ്യത്തെ ഓഫർ നിലനിൽക്കില്ല. അപ്പം ആദ്യം ഒരിക്കൽ ക്യാൻസൽ ചെയ്താൽ ആ ഓഫർ ക്യാൻസലായി. പിന്നെ എന്ത് ചെയ്യണം? ആ ഓഫർ ചെയ്ത വ്യക്തി വീണ്ടും ഓഫർ ചെയ്താലേ ഓഫർ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരിക്കൽ ക്യാൻസൽ ചെയ്ത ഓഫർ പിന്നീട് നമുക്ക് തുടരാൻ പറ്റൂല എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തത് എ ഓഫർ ബൈ സബ്സിക്വൻ്റ് ഇല്ലീഗാലിറ്റി. സോറി, അവിടെ ചെറിയ സ്പെല്ലിംഗ് ഉണ്ട്, യെസ് ഇല്ല. എ ഓഫർ ബൈ സബ്സിക്വൻ്റ് ഇല്ലീഗാലിറ്റി ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ്. അതായത്
ഒരു ഓഫർ ഇതിൽ പറയുന്നുണ്ട്, ആൻ ഓഫർ ലാപ്സസ് ഇറ്റ് ബിക്കംസ് ഇല്ലീഗൽ ആഫ്റ്റർ ഇറ്റ് ഈസ് മെയ്ഡ് ആൻഡ് ബിഫോർ ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ഓർ ഇഫ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ ഓഫർ ഈസ് ഡിസ്ട്രോയിഡ് ബിഫോർ ഇറ്റ്സ് അക്സെപ്റ്റൻസ്. അതായത് ഒരു ഓഫർ മുന്നോട്ട് വെക്കുകയും അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഓഫർ ഇല്ലീഗൽ ആവുകയോ അല്ലെങ്കിൽ ഓഫറിൽ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് മാറ്റർ നഷ്ടപ്പെടുകയോ ചെയ്താൽ എന്ത് ചെയ്യും? ആ ഓഫർ റിവോക്ക് ആകും, ക്യാൻസൽ ആകും. ഒരു എക്സാമ്പിൾ പറയാം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വ്യക്തി, ഒരു എക്സാമ്പിൾ കേട്ടോ, തമിഴ്നാട്ടിലുള്ള രാജൻ എന്ന് പറഞ്ഞ വ്യക്തി കേരളത്തിലുള്ള രാജു എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിൽക്കാമെന്ന് ഓഫർ ചെയ്തു. ഓഫർ ചെയ്ത സമയത്ത് എന്താണ്, ഒരു പ്രശ്നവുമില്ല, ആ പ്രൊഡക്റ്റ് വിൽക്കാവുന്നതാണ്. പക്ഷേ കേരളത്തിലുള്ള രാജു ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ കേരളവും തമിഴ്നാടും തമ്മിലുള്ള കച്ചവടം എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരമോ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമോ നിർത്തലാക്കി എന്ന് കരുതിക്കോ. അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഈ ഓഫർ റിവോക്ക് ആകും. കാരണം കേരളത്തിലുള്ള രാജു തമിഴ്നാട്ടിലുള്ള രാജൻ്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തായി? ഇവരുടെ ബിസിനസ് ഇല്ലീഗലായി. അത് നിയമപരമായിട്ട് എന്താണ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഗവൺമെൻറ് കൊണ്ടുവരുന്ന നിയമപരമോ മറ്റോ ഇല്ലീഗലായി മാറിയാൽ ആ ഓഫർ എന്തായി? റിജക്റ്റായി, അതായത് റിവോക്കായി മാറി. ഇനി അതല്ല, നേരെ മറിച്ച് ചിലപ്പോൾ ഇങ്ങനെയും സംഭവിക്കുക. എന്താണ്? തമിഴ്നാട്ടിലുള്ള രാജൻ അദ്ദേഹത്തിൻ്റെ കാറ് കേരളത്തിലുള്ള രാജുവിന് വിൽക്കാൻ വേണ്ടിയിട്ടൊരു ഓഫർ വെച്ചു. രാജു ആ ഓഫർ സമ്മതിക്കുന്നതിന് മുമ്പ് തന്നെ തമിഴ്നാട്ടിലുള്ള രാജൻ്റെ കയ്യിലുള്ള കാറ് കത്തി നശിച്ചു എന്ന് കരുതിക്കോ. ഇവിടെ കേരളത്തിലുള്ള രാജു അത് സമ്മതിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്ത്? ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ കാറ് കത്തി നശിച്ചു. അപ്പോൾ എന്താണ്? അതോടുകൂടി ആ ഓഫർ റിവോക്കായി. കാരണം ഇദ്ദേഹത്തിൻ്റെ കേരളത്തിലുള്ള വ്യക്തിയുടെ അക്സെപ്റ്റൻസിൻ്റെ മുമ്പ് തന്നെ ആ കോൺട്രാക്റ്റിലെ സബ്ജക്റ്റ് മാറ്റർ ആയിട്ടുള്ള കാറ് എന്തായി? നശിപ്പിച്ചു അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടു. അതോടുകൂടി ആ ഓഫർ എന്തായി? റിവോക്കായി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഓഫർ റിവോക്ക് ആവുന്ന സന്ദർഭങ്ങൾ. ഓക്കെ, ഇപ്പോൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് അല്ല, പക്ഷേ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ബിസിനസ് റെഗുലേഷൻ്റെ പ്രത്യേകത കുറച്ച് സമയം എടുത്തിട്ട് മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, കാര്യങ്ങൾ വ്യക്തമാവുള്ളൂ. കാരണം ഒരേപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണുള്ളത്. അപ്പോൾ ഓരോന്നും കൃത്യമായ രീതിയിൽ സമയമെടുത്ത് ഒന്ന് ഉദാഹരണങ്ങളൊക്കെ ഒന്ന് പറയുമ്പം അത് മനസ്സിലിട്ടൊന്ന് ചിന്തിച്ചതിൻ്റെ ശേഷമേ നിങ്ങൾക്ക് അടുത്തത് ഓരോന്നിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മനസ്സിലാക്കിയാലേ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഓക്കെ.